സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വ്യത്യസ്തമായി ഇന്ന് മൂവീസിനെ കുറിച്ചിട്ടല്ല, പക്ഷേ ഒരു സീരീസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഒരു പ്രത്യേകതരം കഥാതീന്തുള്ള ഒരു സീരീസ്. നിങ്ങൾ സ്റ്റാർ മൂവീസിൽ ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഡാർക്ക് എന്ന് പറയുന്ന ഒരു ടൈം ട്രാവലിംഗ് ആയിട്ടൊരു കഥയായിട്ട് വന്നിരുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീരീസും ഇഷ്ടപ്പെടും. പിന്നെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് അല്ലെങ്കിൽ സോംബി ലൈഫ് അങ്ങനത്തെയൊക്കെ ഒരു കഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ ലാസ്റ്റ് ഓഫ് us എന്ന് പറയുന്ന കഥകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡാർക്ക് അല്ല, ഫ്രം എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ലോസ്റ്റും ഡാർക്കും ഇവർ തരുന്ന ഒരു ലാഗിങ് ഉണ്ട്. ചില എപ്പിസോഡ് വെറുതെ ഇങ്ങനെ വലിച്ചഴിച്ച് നീട്ടിക്കുന്ന ഒരു ലാഗ് ഉണ്ട്. ആ ലാഗ് ഈ ഒരു സീരീസിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക തരം കഥ. സോംബീസ് അല്ല, എന്നാൽ ലോസ്റ്റ് ആയി പോകുന്ന ആ ഒരു തീമും അല്ല, ഒരു പ്രത്യേകതരം പുതിയ തീം. സീസൺ 4 ആണ് ഇപ്പോൾ നടക്കുന്നത്. ആമസോൺ പ്രൈമിലാണ്. നിങ്ങൾ ഇന്ത്യയിലാണ് കാണുന്നതെങ്കിൽ ആമസോൺ പ്രൈം, പുറത്താണെങ്കിൽ MGM+ലാണ് സാധനം പ്ലേ ചെയ്യുന്നത്. മോസ്റ്റ് റെക്കമെൻഡഡ്. കാരണം എനിക്ക് ലോസ്റ്റും ഡാർക്കും ഈ രണ്ടിനും പുറമെ കൂടുതൽ ഇഷ്ടം തോന്നിയത് ഈ ഫ്രോം എന്ന് പറഞ്ഞ സീരീസിനോടാണ്. സീസൺ 4 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സീസൺ 5 കൂടി കഥ നിൽക്കും. വല്ലാത്ത രീതിയിലാണ് കഥ പോകുന്നത്. ഒരു ഇന്ന നട്ട്ഷൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ, കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ടൗണിൽ ചെന്ന് പെടുകയാണ്. പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ടൗണിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. കാരണം ഇവരങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് നടന്നു പോയാലും തിരിച്ച് ലൂപ്പ് പോലെ തിരിച്ച് വന്നോടത്ത് എവിടെയാണോ അവിടെ ചെന്ന് നിൽക്കും. അതിനൊരു കാരണം ഇവർക്ക് കണ്ടെടുത്താൻ കഴിയുന്നില്ല. പോരാത്തതിന് ഈ ഒരു ടൗണിൽ രാത്രിയായി കഴിഞ്ഞാൽ ചുറ്റുമുള്ള കാടുകളിൽ നിന്ന് ഒരു പ്രത്യേകതരം മനുഷ്യനെ പോലെ സംസാരിക്കുകയും കാണുകയും ഡ്രസ്സൊക്കെ ഇടുന്ന കുറച്ച് ജീവികൾ വരും. അവർക്ക് ഈ മനുഷ്യമാംസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അവർ മനുഷ്യന്മാരെ കഴിക്കും. സോ ഇവരിങ്ങനെ ഒളിച്ച് നിൽക്കണം. അതാണ് സീസൺ 1. പിന്നെ സീസൺ 2, സീസൺ 3 അതൊക്കെ ഇങ്ങനെ അൺലോക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇവരെ എങ്ങനെ പിടിച്ച് അല്ലെങ്കിൽ ഇവരെ എങ്ങനെ അഭിമുഖീകരിക്കേണ്ട രീതിയൊക്കെ ഇവരെ സീസൺ 2, സീസൺ 3, സീസൺ 4 കാണിക്കുന്നുണ്ട്. സീസൺ 5 പറയുന്നത് ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇതിൻ്റെ ഈ ഒരു ടൗണിന് മിസ്റ്ററീസ് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചിട്ടായിരിക്കും പറയുക എന്നുള്ളൊരു ഹിൻറ്റും കൂടി തരുന്നുണ്ട്. സീസൺ 4 ഇതിലിരിക്കുന്ന ചില നായക കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ്, ഈ മൈൻഡ് എബിലിറ്റീസ്, അത് കുറച്ചും കൂടി ഇവർ തിരിച്ചറിയുകയും അത് ഇവർക്കെതിരെ ഉപയോഗിക്കാമെന്നുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സീസൺ 4 കുറച്ചും കൂടി ഒന്ന് പറയുന്നത്. ഒരു ക്ലിഫ് ഹാങ്ങറിൽ വെച്ചിട്ടാണ് സീസൺ 4 നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി ദേഷ്യം തോന്നി അവിടെ നിർത്തിയെന്നുള്ളത്. സീസൺ 5 ഇറങ്ങുന്ന കാര്യം ആലോചിച്ചപ്പോൾ അങ്ങനെ തപ്പിയപ്പോഴാണ് 2027 വരെ നോക്കണ്ടെന്നാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. 2028-29 സമയമാകുമ്പോൾ മാത്രമാണ് സീസൺ 5 വരെ. ബട്ട് എന്നിരുന്നാലും ഞാൻ മുന്നേ പറയാം, സീസൺ 4 ഇറങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ സീസൺ 1, സീസൺ 2, സീസൺ 3 കണ്ടിട്ടില്ലെങ്കിൽ അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണരുത്. കാരണം ഇതിൽ ഓരോ എപ്പിസോഡും നമ്മൾ റിലാക്സ് ചെയ്ത് ഒരു പോപ്കോണോ കൊക്കക്കോളയൊക്കെ ഇരുന്ന് ലൈറ്റൊക്കെ ഓഫാക്കി റൂമൊക്കെ നല്ല സെറ്റപ്പാക്കി കാണാൻ പറ്റിയ എപ്പിസോഡുകളാണ് എല്ലാതും. നമുക്കൊരിക്കലും ചില ഭാഗത്ത് ചില ലാഗുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് റിമോട്ടിലെ ഫാസ്റ്റ് ഫോർവേഡിങ് എന്ന ബട്ടൺ അമർത്താൻ തോന്നില്ല. അങ്ങനത്തെ ഒരു സീരീസും കൂടിയായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഡാർക്ക് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ പ്ലേ ചെയ്യുന്ന ആ ഒരു സീരീസ് കുറേ ഫാൻസ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഞാൻ ആ സീരീസ് കാണുമ്പോൾ ചില സെക്ഷൻസ് വരുമ്പോൾ എനിക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഒറ്റയിരിപ്പിന് പല സീസൺസ് കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടിയും ചില എപ്പിസോഡ്സ് വരുമ്പോൾ ഇത് ഇത്തിരി ലാഗാണല്ലോ, ഇത്തിരി സ്ലോ മൂവിങ് ആണല്ലോ തോന്നി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു തോന്നൽ ഫ്രം എന്ന സീരീസ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തേയില്ല. അതുപോലെ തന്നെയാണ് ലാസ്റ്റ് ഓഫ് us എന്ന് പറയുന്ന ആ ഒരു സീരീസ്. അത് പിന്നെ ഗെയിമിന് ബേസ് ചെയ്തായതുകൊണ്ട് പിന്നെ കണ്ടിരിക്കുക നമ്മൾ. കഥ ഏകദേശം അറിയാം എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത്. ബട്ട് ഫ്രം അത് ഒരു ഹൊറർ ഫാൻറ്റസി സോംബീസിനെ കാറ്റഗറി ചെയ്യാൻ പറ്റത്തില്ല. കാരണം സോംബീസ് അല്ല വരുന്നത്. എന്താണ് ആ ജീവികൾ, എന്താണെന്നാണ് അവരെന്തിനാണ് വരുന്നതെന്നും എന്തിനാണ് ഇവരെ ഹോണ്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇവർ ലൂപ്പ് ചെയ്യുന്നത് പെട്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ഇതുവരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ പെട്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് ചില എബിലിറ്റീസ് അവർ തിരിച്ചറിയുകയും അത് അവർക്കത് ഉപയോഗിച്ച് തുടങ്ങി. സോ അവർ റിയലൈസ് ചെയ്ത് തുടങ്ങി എന്തൊക്കെയോ ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്, ഇന്ന് ഇറങ്ങാൻ പറ്റിയ രീതിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയുന്നില്ല, പിന്നെ സ്പോയിലേഴ്സ് ആവും. സോ ആമസോൺ പ്രൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ആമസോൺ പ്രൈം വർക്ക് ചെയ്യുന്ന രീതി അങ്ങനെയാണ്.
അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ ആണെങ്കിൽ പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ആമസോൺ ഭയങ്കര ഇഷ്ടം. നന്നായി, ഇത് കണ്ടിട്ടാണ് ബാക്കി OTTയും കൂടി ഒന്ന് കോപ്പി ചെയ്തെടുക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗൈഡ്സ് ഫ്രം കാണാൻ മറക്കണ്ട, ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിവ്യൂവിൽ കാണാം. ടാറ്റ, ബൈ ബൈ.